ഒരു കുട്ടി കരിയറിലെടുത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങളോട് പറയാം. ഞങ്ങളുടെ ഏജൻസിയിൽ റെഗുലറായിട്ട് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് അനശ്വര സാറിൻ്റെ റെസ്യൂമെ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. റെസ്യൂമെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആളൊരു ടിപ്പിക്കൽ കാൻഡിഡേറ്റ് അല്ല. ഏജ് വെറും 18-19 പോലും ആയിട്ടില്ല. കൂടുതൽ സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ സർപ്രൈസ്ഡ് ആയത്. ആളുടെ അമ്മ ഒരു ഡിജിറ്റൽ മാർക്കറ്ററാണ്. ആൾക്ക് ഒരു 3 വർഷം ഒരു ക്യാമ്പസിൽ പോയി ആ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കുന്നതിനോട് താല്പര്യമില്ല. ആ ടൈം ഇൻഡസ്ട്രിയിൽ സ്പെൻഡ് ചെയ്ത് നോളജ് നേടാനാണ് താല്പര്യം. ലൈവ് എക്സ്പീരിയൻസ് നേടുക, ഏൺ ചെയ്യുക, അതിനൊപ്പം പാർട്ട് ടൈമായിട്ട് കോഴ്സ് പഠിക്കുക. ഇതായിരുന്നു അനശ്വര സാറിൻ്റെ പ്ലാൻ. സത്യത്തിൽ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അനശ്വര സാറിനെ അപ്പോയിന്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം 6 മാസമായിട്ട് ഞങ്ങളുടെ ടീമിൽ ഒരാളാണ്. ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് മനസ്സിലായത് എക്സ്പീരിയൻസ് എന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒന്നല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ വരാനിരിക്കുന്ന ജനറേഷൻ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അവർ 3 മുതൽ 5 വർഷം വരെ ഒരു കോളേജിൽ ടൈം സ്പെൻഡ് ചെയ്ത് അതിനുശേഷം ജോലിക്ക് പോകാം എന്ന ട്രഡീഷണൽ പാത്ത് ചൂസ് ചെയ്യണമെന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വഴി ഉണ്ടാകും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്ത ആളാണ് ഞങ്ങളുടെ അനശ്വര സാർ. ഈ ഡിസിഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ.